ഇവരാണെങ്കിലോ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ എന്താ ഭഗവാൻ മിണ്ടാതെ നിൽക്കുന്നേ, ഒന്ന് അവിടെ കൊള്ളി നിർത്തിട്ട് ഒന്ന് ഊതിയിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ, ഒന്ന് കേൾപ്പിച്ചു തന്നൂടെ, ആ മധുരമായിട്ടുള്ള സംഗീതം കേൾക്കാനായിട്ട് എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെ ഞാൻ ഓടക്കുഴലൊക്കെ വായിക്കാം, പക്ഷെ എനിക്ക് ആദ്യം വെണ്ണ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പോകുന്നതാണ് ഭഗവാൻ വിചാരിച്ചത്. അപ്പൊ ഗോപികുമാർ പറഞ്ഞു, വെണ്ണയൊക്കെ ഞങ്ങൾ തരാം, ആദ്യം ഓടക്കുഴൽ വിളിക്കൂ, എന്നിട്ട് വെണ്ണ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഭഗവാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഭഗവാൻ പറഞ്ഞു, ആദ്യം വെണ്ണ തരൂ, എങ്കിൽ ഞാൻ ഓടക്കുഴൽ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ പിടിവാശിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ലല്ലോ. ഗോപികമാർ എന്ത് ചെയ്തു, എന്നാ ശരി വെണ്ണ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കൂടം വെണ്ണയാണ്, ആ വെണ്ണയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇനി നീ ഓടക്കുഴൽ വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും സമ്മതിക്കണില്ല. ഇത് മുഴുവൻ തരാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കണില്ല. ആദ്യം വെണ്ണ ഉണ്ണണം, എങ്കിൽ മാത്രമേ ഞാൻ ഓടക്കുഴൽ വായിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ചിരിക്കുക നമ്മുടെ വാശിക്കാരൻ. അങ്ങനെ ഗോപികുമാരൊക്കെ അവസാനം തോറ്റുപോയിട്ടോ. വേഗം ആ വെണ്ണക്കുടത്തിൽ നിന്ന്